എന്റെ കണ്ണീരിന്, എന്റെ മക്കളിന്, എന്റെ കണ്ണീരിന് വില പറയേണ്ടി വരും. എന്റെ മക്കളിന് എന്നെ ദ്രോഹിക്കുകയാണ്. തലക്കാടിന്റെ അടിയിൽ കൊടുന്ന് വെച്ചിരിക്കുകയാണ്. മടാള് കൊടുന്ന് വെച്ചിട്ട് എന്റെ മക്കളിന് വെട്ടാൻ നിൽക്കണം. ഇതൊക്കെ ഞാൻ ഫോണിൽ എന്റെ ഫോണില് വീഡിയോ എടുത്തില്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ആരെങ്കിലും അറിയോ? അറിയില്ല. എങ്ങനെ ഇതിലെന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ മകള് 10 മണിക്ക് വിളിച്ചിട്ട് മൂട്ടിയിരിക്കണം. മകൾക്ക് ഇങ്ങോട്ട് വരണം, എന്റെ മക്കളെ ഇവിടെ നാട്ടിൽ വരണം. അതിനുള്ളതാണ് എന്റെ പൊന്നു മക്കളെ ഞാൻ കൊണ്ട്. എനിക്കെന്താ ചെയ്യേണ്ടത് അറിയില്ല. എന്റെ നെഞ്ഞ് തടിച്ചിട്ട് എന്റെ നെഞ്ഞ് നോക്ക്, എന്റെ നെഞ്ഞ് വീർത്തിരിക്കണം. നോക്ക് വരട്ടെ ഇങ്ങോട്ട്. ഞാൻ കേസ് കൊടുക്കും, ഞാൻ എന്തായാലും കേസ് കൊടുക്കും. അല്ലടാ നീ വലിയ വർത്താനം പറയണ്ടാ. അവൻ നിന്റെ വേണം, നിന്റെ വേണം, നിന്റെ വേണം. കാതർക്ക കഞ്ചാവടിയാ, പോട കഞ്ചാവടിയാ, പോട കഞ്ചാവടിയാ, 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 കഞ്ചാവടിയാ. ആരാ വന്നു? പൈസ ആദ്യം റെഡിയാക്കിട്ട് ഇവിടെ കൊണ്ടുപോടാ. എന്നിട്ട് ഞാൻ എന്റെ മക്കളൊക്കെ സാക്ഷിയാണ്. എന്താണ് 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 അസുറ ഇവിടെ എന്റെ 40,000 ഇവിടെ കൊടുത്തു വെക്കാൻ പറയും. 40,000 ഇവിടെ കൊടുത്തു വെക്കാൻ പറയും. 40,000 പൈസ ആട്ട് 40,000 എന്തിനാ തല്ലി കഞ്ചാവടിയാ കഞ്ചാ. ഏത് റഫീഖയുടെ മൈര, ഏത് റഫീഖിനെടാ നിനക്ക് അറിയാം മൈര? കഞ്ചൂടിയ കള്ളൂടിയ കഞ്ചാവടിയന്മാരെ ഏറിനെടാ നിനക്ക് അറിയാം മൈര? വരെ നിങ്ങള് മക്കള് വരില്ല. 10 ദിവസം കഴിഞ്ഞിട്ടേ വരും. 10 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. 10 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. പറയേ ഇത് അതിനല്ല, യൂട്യൂബിലല്ല, ബാക്കിയുള്ളവർക്ക് തെളിവ് കാണിച്ചു കൊടുക്കാന്. മക്കള് വരില്ല. 10 ദിവസം നീ 10 ദിവസം കഴിഞ്ഞിട്ട്, അവള് 10 ദിവസം കഴിഞ്ഞിട്ട്, അവള് 10 ദിവസം കഴിഞ്ഞിട്ട്, നീ 10 ദിവസം കഴിഞ്ഞിട്ട് ഗ്യാസ് 2 കുറ്റി എത്തി, സാധനങ്ങളെത്തി. ഞാൻ ചോദിച്ചു ഞങ്ങള് വീഡിയോ എടുക്കോടി, നിനക്ക് എന്താ വാടി പോടി പോടി, നീ നിങ്ങളുടെ അടി പോടി. എന്റെ വീട്ടിൽ ഞാൻ വീഡിയോ എടുക്കും. എന്റെ വീട്ടിൽ ഞാൻ എല്ലാ വീഡിയോ എടുക്കും. എന്റെ വീട്ടിൽ ഞാൻ എല്ലാ എന്റെ വീട്ടിൽ ഞാൻ എന്തൊക്കെ പണിയില്ല. എന്റെ വീട്ടിൽ ഞാൻ എന്തൊക്കെ എന്തിനാ പറഞ്ഞു? രാവിലെ കടഞ്ഞാണല്ലോ നിങ്ങള്, രാവിലെ കടഞ്ഞാണല്ലോ. ഇട്ടേ പോവും ഞാൻ മകള് വന്നു. ഞാൻ എന്റെ വീട്ടിൽ ഞാൻ വീഡിയോ എടുക്കും. ഞാൻ എല്ലാ വീഡിയോ എടുക്കും. ഇവിടെ എന്തൊക്കെ നടക്കണം അതൊക്കെ വീഡിയോ എടുക്കും. യൂട്യൂബില് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ കുടിയേക്കാരും അവളൊന്നും ഒന്നും ഇട്ടിട്ടില്ല. ഇട്ടിട്ടില്ലേ പറ, ഇപ്പൊ കാണിക്കും. അവന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാവും. ഇന്ന് വീഡിയോ ഇട്ടുണ്ട്. ഒരു വീഡിയോ കാണിക്കപ്പെട്ടിട്ടില്ല. കാണിക്കാൻ പറയും. അവളൊന്നും വീഡിയോ എടുത്തിട്ടില്ല. വീഡിയോ ഞാനിവിടെ വന്ന് ഇപ്പൊ നിന്റെ വീട്ടിൽ കടന്നിട്ട് വേണ്ട എനിക്ക്. നിന്റെ വീട്ടിലാണ്ട് എന്റെ വീടുള്ളപ്പോ നിന്റെ വീട്ടിലേക്ക് എന്തിനാ എനിക്ക് വരണം? എന്ത് വരേണ്ട ആവശ്യം? പിന്നെ അവന്റെ വാപ്പാന്റെ അവിടെ നിന്ന് കൊടുന്ന പോലെയാണ് വീട്. വരുമ്പോ വീട് കയറ്റിട്ടാ വന്നിട്ടുണ്ടായിരുന്നത്. മാമ കെട്ടുമ്പളിക്കും വീടും എല്ലാം കൈക്കലാക്കിയ ആൾക്കാര്. ഇടേ എല്ലാം ഇതിലും വലിയ ചരിത്രം ഇടാണ്ട്. ഇതിലും വലിയ ലൈലാന്റെ ചരിത്രം ഒരുന്ന് കിടക്കുന്നുണ്ട്. അത് ഇടും ഞാൻ. അത് പറഞ്ഞിട്ട് തന്നെ ഇടും. ലൈല തുള്ളണ്ട.
നമുക്ക് ഇവിടുത്തെ വരാണ്ട് ആരും അങ്ങോട്ട് പോയില്ലെങ്കിൽ അല്ലെ അവിടെയാണല്ലേ ഞാൻ പെറ്റി കിടക്കണത്. മൂത്രത്തിന്റെ മുന്നേ നീ കൈ പിടിച്ചിട്ട് കുടം മേടിച്ചപ്പോ മൂത്രം ഞങ്ങൾക്ക് വേറെയും കിട്ടിയിട്ടുണ്ടായിരുന്നു മൂത്രം. ഇനിയും പോവും. എന്റെ മാമാന്റെ കിണറ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ വരും മൂക്കും. നീ ആരാ ചോദിക്കാന്? ഓ അറിയണ്ടല്ലോ മകൻ നല്ല തല്ലൂടുണ്ടല്ലോ വാപ്പി മകനും. സൂപ്പർ തല്ല്, അടിപൊളി തല്ല്. ആട്ടി കണ്ണോട്ടിച്ചിണ്ടായിരുന്നല്ലോ. ഒക്കെ അറിയാ, എല്ലാ സാഹചര്യത്തിലും റെക്കോർഡാണ്. എല്ലാം ഉണ്ട്. മകനും വാപ്പിയും ഒക്കെ തല്ലൂടണേ. ഇവരൊക്കെ വലിയ ആൾക്കാരാന്ന് വിചാരം. ഞാൻ എന്റെ ഉമ്മയും മാത്രമേ തല്ലൂടണുള്ളൂ. ഇവിടെ വാപ്പി മക്കളും തല്ലൂടണ ഒന്നും അറിയണില്ല എന്നാ വിചാരം. എന്താ ഇറങ്ങിപ്പോടാ നായ, നിന്നെ നോക്കാൻ ഞങ്ങൾ ആവശ്യമില്ലടാ പറഞ്ഞ മാമയല്ലേ. ഒക്കെ അറിയും. ഇതിലും വലുതനുഭവിക്കിനി. എല്ലോടി ഉണ്ട്. പക്ഷെ എന്താ അതിന്റെ ആവശ്യമില്ല ലൈലാക്ക്. ലൈല ചെയ്തത് തെറ്റന്നെ. അത് ലൈല ന്യായീകരിക്കണ്ട. ഒരു കൊല്ലായിട്ട് ഇതിനുള്ളിലേക്ക് തിരിഞ്ഞു നോക്കാത്തവളാണ്. എന്നിട്ട് ഒരാഴ്ചയായിട്ട് നാത്തൂന് എന്താ സ്നേഹം. നാത്തൂന് ചോറ് കറി ബാക്കിയുള്ളത്. ഒരു കൊല്ലം നാത്തൂൻ ചത്ത് കിടക്കായിരുന്നു ഇവിടെ. ആ വഴി ഉണ്ടാക്കിയത് കൊറേ കാലം വർഷക്കണക്കിന് ഇതിന്റെ ഉള്ളിൽ കൂടെയാണ് ആ വണ്ടി നെഞ്ഞത്ത് കൂടെ കയറ്റിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ എന്താ അടയ്ക്കാൻ പൂതി. ഒരു കൊല്ല കണക്ക് നെഞ്ഞത്ത് കൂടെ കയറ്റിട്ടാ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് വാപ്പാന്റെയും മകന്റെയും വണ്ടി. എന്നിട്ട് കെട്ടണു അടയ്ക്കണു. നണ്ണില്ലാത്ത വർഗങ്ങള്. അവിടെ ആവുന്നവര് ഇതേനെ അറിഞ്ഞ കയറ്റിണ്ടായിരുന്നു നെഞ്ഞത്ത് കൂടെ വണ്ടി. നല്ല കയറ്റി കൊണ്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ എന്താ അടയ്ക്കാൻ കണ്ടില്ലേ? അപ്പൊ ഈ അടവൊന്നും കണ്ടില്ലല്ലോ. അപ്പൊ അടയ്ക്കാൻ പറ്റില്ലല്ലോ അല്ലെ? മാനത്ത് കൂടെ ഫ്ലൈറ്റിൽ പറത്തിട്ട് വണ്ടി എടുത്തിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്റെ അമ്മാനെ ഞാനും എന്ത് ചെയ്യണം ഞങ്ങള് തീരുമാനിക്കും. എന്റെ അമ്മ അതിന്റെ ശേഷമാണ് നിന്റെ നാത്തൂനായത്. എന്റെ കൊടുല്ല, ഒരു കൊല്ലായിട്ട് എന്റെ കൊടുന്നു കൊടുത്തില്ല. ഉണ്ടല്ലോ, ഞാൻ വെച്ചുണ്ടാക്കലില്ല. ഇന്ന് ഇവിടെ 1.5 മാസം ഉണ്ടായിരുന്നില്ല. എവിടെയായിരുന്നു നിങ്ങള്? 1.5 മാസം എവിടെയായിരുന്നു? ഈ ഒരു 1.5 മാസം എവിടെയായിരുന്നു? ഒരു കൊല്ലം എവിടെയായിരുന്നു? ഓരോ കൊല്ലം എവിടെയായിരുന്നു എന്നാ വെച്ച്. ഈ ഒരാഴ്ചയായിട്ട് നാത്തൂന് കൊടുക്കണ്ടല്ലോ. ഒരാഴ്ചയായിട്ട് ഒരാഴ്ച നാത്തൂൻ നിങ്ങളുടെ ഇഷ്ടമാണ് പറഞ്ഞ. എന്റെ അമ്മേനെ എന്റെ അമ്മക്ക് ഞാൻ വെച്ചുണ്ടാക്കണ്ടേ. നിങ്ങൾ എന്തിനു കൊടുക്കണം? ഒരു കൊല്ലമായിട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ. എന്തിനാ പിന്നെ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യം? എന്തിനു കൊടുക്കണം നിങ്ങള്? നിങ്ങൾ അപ്പൊ ഞങ്ങളെ പിരിക്കല്ലേ നിങ്ങൾ ചെയ്യണത്? നിങ്ങൾ മുക്കില് നിന്ന് സംസാരിക്കണ്ട. ഇവിടെ വന്ന് സംസാരിക്കാൻ, മുക്കിൽ നിന്ന് സംസാരിക്കണം. അതിന്റെ ഉള്ളിൽ അളാമാനെ വിളിച്ച് സംസാരിക്കും. ഈ ഒരു കൊല്ലം ഞാൻ ഇവിടെ വയ്യാണ്ടിരിക്കുമ്പോ ഈ എമ്മി അളാമ അതിന്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കിണ്ടായിരുന്നില്ല. നിങ്ങൾ തെറ്റിലായിരുന്നു. എന്തിനിപ്പോ നിങ്ങൾ ഇത് ചെയ്യണം? നിങ്ങൾ എന്തിനിപ്പോ ഇത് ചെയ്യണം? നിങ്ങൾ എന്നെ തെറ്റിച്ചത്. നിങ്ങൾ സെലി ബാക്കിയുള്ളവരൊക്കെ കൂടിയിട്ട് തന്നെ തെറ്റിച്ച്. ഇപ്പൊ ഈ ഒരാഴ്ചയായിട്ട് നിങ്ങൾ കൂട്ടാൻ എന്തിനു ഇവിടെ കൊടുക്കണം? എന്തിനു കൊടുക്കണം? ഞാൻ എന്റെ മക്കളുള്ളപ്പോ ഉമ്മാക്ക് മാത്രം എന്തിനു നിങ്ങൾ കറി കൊണ്ടു കൊടുക്കണം? അത് നിങ്ങൾ ചെയ്യുന്ന തെറ്റന്നല്ലേ? ഇല്ലെങ്കിൽ ഇല്ല നിങ്ങൾ പറയും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഉമ്മ കാണിക്കാനേ പറഞ്ഞു. നിങ്ങൾ സമ്മതിക്കോ? നിങ്ങളുടെ ഉമ്മ ഉണ്ടോ? നിങ്ങളുടെ കൂടെ ഇല്ലല്ലോ. നിങ്ങൾക്ക് മക്കൾക്ക് ഉമ്മ ഉണ്ടല്ലോ. ആങ്ങളുടെ അവിടെയാണല്ലോ. ആരെങ്കിലും പോണ്ടോ? ഒരാൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടാ? അപ്പൊ എന്റെ ഉമ്മാന്റെ കാര്യം നിങ്ങൾ നോക്കണ്ട. എന്തിനു ഒരാഴ്ച? ഈ ഒരു കൊല്ലില്ലാത്ത ആള് ഒരാഴ്ച എന്തിനും ഇവിടെ കൂട്ടാൻ കൊടുന്നു കൊടുക്കണം? രാത്രി 10 മണിക്ക് ഇതിനുള്ളിൽ വന്ന് വാതിൽ മുട്ടി കൂട്ടാൻ കൊടുക്കേണ്ട ആവശ്യം ഈ ഒരു കൊല്ലം എന്റെ അമ്മ തിന്നിട്ടില്ലേ? ഈ ഒരു കൊല്ലം എന്റെ അമ്മ പണിക്ക് പോകാണ്ട് ഇവിടെ ഇരുന്ന് ഞാൻ ഷാജി കൊടുന്നു കൊടുക്കണോ വെച്ചിട്ട് ഉണ്ടാക്കി തിന്നതല്ലേ? അന്ന് ലൈല എവിടെയായിരുന്നു? അപ്പൊ നിങ്ങൾ മര്യാദ പഠിക്കണം. നിങ്ങളെ മര്യാദക്ക് നിങ്ങൾ നിൽക്കണം. എന്റെ അമ്മാനെ നിങ്ങൾ തെറ്റിച്ചതാണ്. എന്റെ അമ്മ ഇതിന്റെ ഉള്ളില് ഒരാഴ്ചയായിട്ട് ചോറ് മാത്രം വെക്കുക, നിങ്ങൾ കൂട്ടാൻ കൊടുന്ന് വെക്കുക. എന്തിനു കൊടുക്കണം? അതാ എനിക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾ നിർത്തിയത് ഇവിടെ ഈ ഒരാഴ്ച കൊടുത്തല്ലോ. ആ വീഡിയോ ഒക്കെ എന്റെ അടുത്ത് റെക്കോർഡാണ്. 10 മണിക്ക് വരുന്നതും കൊടുക്കണതും കൂട്ടാൻ കൊടുക്കണതും നിങ്ങൾ സംസാരിക്കണതും ഇവിടെ വന്ന് നിന്ന് സംസാരിക്കണം, അവിടെ നിന്ന് സംസാരിക്കും. എല്ലാ ഷാജിന്റെ അടുത്ത് റെക്കോർഡാണ്. അതതിനുള്ള തെളിവാണ്. ഈ ഒരു കൊല്ലം വന്നിട്ടില്ല, ഒരു കൊല്ലം കഴിഞ്ഞിട്ടില്ല. ഇല്ല, എന്തിനാ ഇതിനുള്ളിലേക്ക് കൊടുന്നു കൊടുക്കണേ? എനിക്ക് നിങ്ങളെ മൂക്കിൽ കൂടി കേട്ടിണ്ട, ഒന്നും കൂടി കേട്ടില്ല. നിങ്ങൾ എന്ത് വർത്താനം പറയുന്നത്? ഞാൻ ഇവിടെ ഒരു കൊല്ലം വയ്യാണ്ടിരുന്നപ്പോ ഇതിനുള്ളിലേക്ക് ഇങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. എന്താ കയറിയില്ല?
എന്തൊക്കെ അറിയില്ല. മാട്ടി കൊന്നു ആരാ പറഞ്ഞു? മാളും കിളിയും. നിങ്ങളാണ് മാട്ടിന്ന് പറഞ്ഞ അടുത്ത്. നിങ്ങൾ മാട്ടി ഈ റബ്ബർ ഈ ഷീറ്റ് എന്തിനാ കെട്ടിയിരിക്കുന്നത്? നിങ്ങളുടെ മുഖം കാണാണ്ടിരിക്കാൻ ഞാൻ ഈ ഷീറ്റ് ഇവിടെ കെട്ടി വെച്ചിരിക്കുന്നത്. എന്റെ അമ്മ കെട്ടിച്ചത്, എളാമ്മ കെട്ടിച്ചത്, ലൈല ആന്റി, കാദറിന്റെ ബാക്കിയുള്ളവരുടെ മുഖം കാണാണ്ടാവട്ടെ ഈ ഷീറ്റ് എന്നെ കൊണ്ട് മേടിപ്പിച്ച് കെട്ടിച്ചതാണ്. ഇപ്പൊ നിങ്ങൾ എങ്ങനെ നിൽക്കുന്നത്? ഇപ്പൊ നിങ്ങൾ എങ്ങനെ കഴിയണത്? എന്നെ തിന്ന് വെള്ളം കുടിക്കുക, എന്റെ എത്തി മക്കളിനെ തിന്ന് വെള്ളം കുടിക്കുക അല്ലേ? എന്നിട്ട് നിങ്ങൾ ചെയ്യരുത് അമ്മായി. എന്തിനു കൊടുക്കണം? എന്തിനു കൊടുക്കണം? എന്ത് നിങ്ങൾ ഞാനേ നോമ്പിന്റെ ടൈമിൽ ഇവിടെ വയ്യാണ്ടിരിക്കുമ്പോ അവിടെ വന്ന് നിങ്ങൾ എന്റെ അടുത്ത് കൊടും കയറും മേടിച്ച് വെച്ചതല്ലേ നിങ്ങള്? ആ നോമ്പിൽ പടച്ചോൻ പൊറുക്കില്ല. എന്റെ മക്കൾക്ക് ഒരു തുള്ളി വെള്ളത്തിന്, നല്ല വെള്ളത്തിന് വന്നപ്പോ അപ്പ കയറും ബക്കറ്റും മേടിച്ചു. നോമ്പിന്റെ ടൈമാണ്. ഇതൊക്കെ പടച്ചോൻ കാണുന്നുണ്ട് ഇല്ലേ? ഇതൊക്കെ കാണുന്നുണ്ട്, എല്ലാം കണ്ട്. നിങ്ങളുടെയും കാണുന്നുണ്ട്, എന്റെയും കാണുന്നുണ്ട്. അറിയോ? നിങ്ങളുടെയും കാണുന്നുണ്ട്, നിങ്ങളുടെ തെറ്റും കാണുന്നുണ്ട്. ഇങ്ങോട്ട് പോകുമ്പോഴേ അതിന്റെ മുന്നേ ഒരു മാസമായിട്ട് ഷാജിന്റെ അടുത്ത് മുണ്ടിണ്ടാ ഇവിടെ മൂട്ടിയിട്ടല്ലേ? ഇവിടെ മൂട്ടി. അപ്പൊ ഞാൻ എന്തിനാ ഇങ്ങോട്ട് മുണ്ടിക്കൊള്ളുന്നു? അല്ലെങ്കിൽ നിങ്ങളുടെ മകളുടെ കല്യാണത്തിൽ വന്നോളുന്നു. ഇപ്പൊ എന്താ എനിക്ക് നിർബന്ധം? എന്തിനാ നിർബന്ധം? എനിക്ക് നിർബന്ധമില്ല, അല്ലെങ്കിൽ ഞാൻ വരില്ല എന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്റെ ഉമ്മ ഇവിടെ എനിക്ക് ഞാൻ യൂട്യൂബറാണ്. ഞാൻ പല ആൾക്കാരിനായിട്ട് സംസാരിക്കും, പല ആൾക്കാരിനായിട്ട് ഞാൻ സംസാരിക്കും. എന്ത് പറയുന്നത്? നിങ്ങൾ ചെയ്തത് തെറ്റന്നെ. എന്റെ മാമാന്റെ വീടാണ്. എനിക്ക് വെള്ളം നിറയ്ക്കും. ഞങ്ങള് നനച്ചുണ്ടാക്കിയ തെങ്ങ്, ഞങ്ങള് ഉണ്ടാക്കിയ എല്ലാം, ഞങ്ങള് ചെറുപ്പത്തിലെല്ലാം ചെയ്തതാണ്. മനസ്സിലായോ? വേണ്ട ലൈലാന്റെ വേണ്ട. ഇതിനുള്ളിൽ എന്താ കൊല്ലോ? തല്ലടാ, വീഡിയോ എടുക്കടാ, ഇതൊക്കെ നാളെ യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ട് നിങ്ങളെ നാട്ടിച്ചേരാം. എന്താ വിചാരിച്ചിരിക്കണേ? നിങ്ങൾ എന്റെ മന ഈ ചെറിയ ഫോണിൽ വീഡിയോ കാണില്ല. നിങ്ങൾ വീഡിയോസ് കാണിച്ചു കൊടുക്കല് ബാക്കിയുള്ളതില്ലേ? താത്ത കിളിത്താത്ത കാണില്ലേ? ഇതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് ലൈല. എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്, എല്ലാം ഞാൻ അവിടെ കേൾക്കുന്നുണ്ട്. ഞാൻ പൊട്ടത്തിയൊന്നും അല്ല. ഇറങ്ങില്ല. എന്താ ഇത്? ഇറങ്ങില്ല. ഞാൻ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങില്ല. എന്താ മാമനെ വിളിക്കും, വിളിച്ചിട്ട് വാ. മാമനെ വിളിച്ചിട്ട് വാ. ുള്ള അളക്കോണ്. അത് നമ്മക്ക് മനസ്സിലായി. രഹസ്യം പറയുന്നത് കേട്ടപ്പോ തന്നെ മനസ്സിലായി എന്താന്ന്. വല്ല മകൾക്ക് ഇവിടേക്ക് വരണം. അതിനുള്ള അളക്കോണ്. എന്താടാ വിടറാ നീ? എന്റെ മക്കൾക്ക് വന്ന് സൂയിക്കണം. എന്റെ മക്കൾക്ക് സൂയിക്കണം.